ഗലാത്യ ലേഖനം 3-ാമത്തെ അധ്യായം 3-ാമത്തെ സെക്ഷനാണ് നമ്മൾ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3-ാം അധ്യായം 3-ാമത്തെ സെക്ഷൻ ഗലാത്യ ലേഖനം 3-ാം അധ്യായം 10 തൊട്ട് 14 വരെയാണ്. ഗലാത്യർ 3-ന്റെ 10 തൊട്ട് 14 ന്യായപ്രമാണത്തിൽ കൂടെയുള്ള ശാപവും ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ കൂടെയുള്ള അനുഗ്രഹവുമാണ് ഈ ഭാഗം പറയുന്നത്. മുന്നോട്ട് പോകുന്നതിന് മുമ്പ് പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു ചോദ്യം, ന്യായപ്രമാണത്തിൽ കൂടെ ശാപം പിന്നെ കർത്താവ് എന്തിനത് നൽകി? അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ന്യായപ്രമാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്, യഹൂദന്മാരുടെ സൊസൈറ്റിയെ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള സാമൂഹിക നിയമങ്ങൾ, അത് അവരെ ഒരു രാഷ്ട്രമായിട്ട് ഒന്നിച്ചു നിർത്തുവാൻ വേണ്ടിയും നീതിന്യായം, രാഷ്ട്രത്തിൽ ന്യായം ജനത്തിൽ ലഭിക്കുവാൻ വേണ്ടി ആവശ്യമായിരുന്നു. അതുപോലെ അവരുടെ ജീവിതത്തിലുള്ള സാമൂഹിക വിശുദ്ധി, വ്യക്തി ജീവിതത്തിലുള്ള വിശുദ്ധി, ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുവാൻ വേണ്ടി ആവശ്യമായിരുന്നു. ന്യായപ്രമാണത്തിന്റെ മറ്റൊരു ഭാഗം യാഗങ്ങളായിരുന്നു. യാഗങ്ങളിൽ കൂടെ അവർക്ക് രക്ഷ ലഭിച്ചില്ലെങ്കിലും യാഗം വരുവാനിരിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു ഓബ്ജക്റ്റ് ലെസൺ ആയിരുന്നു. ആൻഡ് ഈ യാഗം അർപ്പിക്കുമ്പോൾ അവർ വരുവാനുള്ള രക്ഷിതാവിനെ കുറിച്ച് ഓർക്കുമായിരുന്നു. 3-ാമത്തെ കാര്യം, ന്യായപ്രമാണത്തിൽ ഈ പരിച്ഛേദന തൊട്ട് മറ്റു പല കാര്യങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിരുന്നു. പരിച്ഛേദന അവരുടെ ശരീരത്തിൽ, പുരുഷന്മാരുടെ മാത്രം ശരീരത്തിൽ ഒരു പ്രത്യേക അടയാളമായിരുന്നു. അവർ ദൈവത്തിന് വേണ്ടി മാറ്റപ്പെട്ട ആളുകളാണ് എന്ന് കാണിക്കുവാൻ വേണ്ടി. അതിൽ കൂടെ അല്ലായിരുന്നു രക്ഷ. അതിൽ കൂടെ രക്ഷയെങ്കിൽ സ്ത്രീകൾക്ക് രക്ഷയില്ലായിരുന്നെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. സോ ദൈവം ന്യായപ്രമാണം നൽകിയത് അവർക്ക് രക്ഷ നൽകുവാൻ വേണ്ടിയല്ല, ന്യായപ്രമാണം ആചരിച്ച് രക്ഷ പ്രാപിക്കുവാൻ വേണ്ടിയല്ല, അവരെ ഒരു സമൂഹമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുവാനോ അവർ ദൈവത്തിന് വേണ്ടി ഒരു പ്രത്യേക ജനമാണെന്നുള്ളത് സൂചിപ്പിക്കുവാനോ ഒക്കെയാണ്. ന്യായപ്രമാണത്തിന്റെ മറ്റൊരു ഭാഗമാണ് അതിന്റെ നൈതിക ധാർമ്മിക നിയമം. അത് ശാശ്വത നിയമങ്ങളാണ്. യഹൂദന് മാത്രമല്ല, എല്ലാവർക്കും വേണ്ടിയുള്ള ശാശ്വത നിയമമാണ്. ഇവിടെ നമ്മൾ ആ ശാശ്വത നിയമങ്ങളെ കുറിച്ചല്ല സംസാരിക്കുന്നത്. ഇവിടെ ദൈവാത്മാവ് സംസാരിക്കുന്നത് സാമൂഹിക നിയമങ്ങളെ കുറിച്ചുമല്ല. ഇവിടെ ദൈവാത്മാവ് സംസാരിക്കുന്നത് ന്യായപ്രമാണത്തിന്റെ ഉണ്ടായിരുന്ന ചടങ്ങുകളെ കുറിച്ചാണ്. ആ ചടങ്ങിൽ തന്നെ പരിച്ഛേദന ഇപ്പം വലിയൊരു ഇഷ്യൂ ആയിരുന്നു. ദൈവാത്മാവ് ഓർപ്പിക്കുന്നത് ന്യായപ്രമാണം ആചരിച്ചാൽ അത് ശാപത്തിന് കാരണമായി തീരും. ചോദ്യം ഇതാണ്, അത് ശാപത്തിന് കാരണമായി തീരുമെങ്കിൽ എന്തിനാണ് കർത്താവ് നൽകിയത്? ശാപത്തിന് കാരണമായി തീരുവാൻ വേണ്ടിയല്ല കർത്താവ് നൽകിയത്. നേരെ മറിച്ച് പാപ സ്വഭാവമുള്ള മനുഷ്യൻ ന്യായപ്രമാണത്തിൽ കൂടെ രക്ഷ പ്രാപിക്കാൻ ആഗ്രഹിച്ചാൽ പ്രാപിക്കാൻ സാധിക്കത്തില്ല എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. ന്യായപ്രമാണം നൽകിയതിന് പല ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. അതിലൊന്ന്, സ്വന്തം കർമ്മത്തിൽ കൂടെ ആരെങ്കിലും രക്ഷ പ്രാപിക്കുവാൻ വേണ്ടി ശ്രമിച്ചാൽ അത് അസാധ്യമാണെന്നുള്ളത് മനസ്സിലാക്കുവാൻ വേണ്ടിയായിരുന്നു. കാരണം ന്യായപ്രമാണം ആചരിക്കാൻ നോക്കുമ്പം 100% കാര്യങ്ങൾ ആചരിക്കുന്നത് അത് സാധിക്കത്തില്ല. അതുകൊണ്ട് ന്യായപ്രമാണം ആചരിച്ച് രക്ഷ പ്രാപിക്കാൻ ഒരാൾ ശ്രമിച്ചാൽ അത് തനിക്ക് രക്ഷാമാർഗമല്ല, ഒരു ശാപത്തിന് മാർഗമായി തീരും. ഇതാണ് ഇവിടെ ഓർപ്പിക്കുന്നത് 10 തൊട്ട് 14 വാക്യങ്ങളിൽ. അതിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ 12-ാം വാക്യം വരെ കവർ ചെയ്തു എന്ന് ഓർപ്പിക്കട്ടെ. ഇന്ന് നമ്മൾ 13-ാം വാക്യം, ഗലാത്യ ലേഖനം 3-ന്റെ 13 തൊട്ട് മുൻപോട്ട് പോകുന്നതായിരിക്കും. ഗലാത്യർ 13-ന്റെ 3 തൊട്ട് 3-ന്റെ 13 തൊട്ട്, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. ന്യായപ്രമാണത്തിന്റെ ശാപം ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തി
ന്യായപ്രമാണത്തിനനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ ജീവിക്കാൻ സാധിക്കത്തില്ലെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ ജീവിക്കാൻ സാധിക്കത്തില്ല എന്ന് മനസ്സിലാക്കുന്നതിനെയാണ് ഇവിടെ ശാപം എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കിയിട്ടും പിന്നെയും അതിൽ തുടരുവാണെങ്കിൽ രക്ഷ പ്രാപിക്കുന്നതിന് പകരം നാം രക്ഷയെ ത്യജിക്കുവാണ്. അതും ശാപത്തിന് കാരണമായി തീരുവാണ്. ദൈവാത്മാവ് ഇവിടെ ഓർപ്പിക്കുന്നത് നമുക്ക് വേണ്ടി ശാപമായി തീർന്ന ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. സോ ന്യായപ്രമാണം നൽകിയതിന് പല പർപ്പസസ് ഉണ്ടായിരുന്നു. അതിൽ ഈ വാക്യങ്ങൾ 10 തൊട്ട് 14 ഓർപ്പിക്കുന്നത് ന്യായപ്രമാണത്തിന്റെ ഒരു പർപ്പസ് മനുഷ്യന്റെ മനസ്സിൽ എന്നും മനുഷ്യനിർമ്മിത ചടങ്ങുകൾക്കനുസരിച്ച് ജീവിച്ച് രക്ഷ പ്രാപിക്കണം എന്നാണ് ആഗ്രഹം. അതുകൊണ്ട് ദൈവം തന്നെ ഒരു സെറ്റ് ചടങ്ങിഞ്ഞ് തന്നിരിക്കുന്ന അനുസരിച്ച് കാണിക്കുക. അതനുസരിക്കാൻ പോകുമ്പോഴാണ് മനസ്സിലാകുന്നത് അനുസരിക്കാൻ സാധിക്കത്തില്ലെന്ന്. ആ സെൻസിൽ അതൊരു ശാപമായി തീരും. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അതുപോലെ തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. പഴയ നിയമത്തിൽ നിന്നുള്ള ഒരു ഉദ്ധരണിയാണ്. അങ്ങനെ ക്രിസ്തു നമുക്ക് വേണ്ടി മരത്തിന്മേൽ തൂങ്ങപ്പെട്ട് ശാപമായി തീർന്നതിൽ കൂടെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങിയെന്ന് ദൈവാത്മാവ് ഓർപ്പിക്കുന്നു. ഈ വാക്യങ്ങൾ പിന്നെയും നമ്മളെ ഓർപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട പഴയ നിയമ വാക്യങ്ങളെല്ലാം ഓർപ്പിക്കുന്നത് രക്ഷ എല്ലാ യുഗങ്ങളിലും വിശ്വാസത്തിൽ കൂടെ മാത്രമായിരുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ വായിച്ച വാക്യങ്ങൾ, കഴിഞ്ഞ ആഴ്ച ഞാനത് പ്രത്യേകം ഓർപ്പിക്കുകയും ചെയ്തു, ആവർത്തിച്ച് അബ്രഹാമിന്റെ വിശ്വാസത്തെക്കുറിച്ച് പറയുന്നത്. കാരണം ഈ വാക്യങ്ങളെല്ലാം ഓർപ്പിക്കുന്നത് ന്യായപ്രമാണം നൽകി അതിന്റെ പർപ്പസ് വേറെയായിരുന്നു, രക്ഷയല്ലായിരുന്നു. വിശ്വാസം എല്ലാ യുഗത്തിലും, ന്യായപ്രമാണ യുഗത്തിലും ന്യായപ്രമാണത്തിന് മുൻപുള്ള യുഗത്തിലും, അബ്രഹാം ന്യായപ്രമാണത്തിന് മുൻപുള്ള യുഗത്തിലാണ് ജീവിച്ചത്. അന്നും രക്ഷ വിശ്വാസത്തിൽ കൂടെയാണ്, മനുഷ്യന്റെ കർമ്മത്തിൽ കൂടെ അല്ല. അങ്ങനെ ക്രിസ്തു ന്യായപ്രമാണം പറയുന്നതിനനുസരിച്ച് മരത്തിൽ തൂങ്ങി ശാപം ഏറ്റു. അങ്ങനെ നമ്മൾ രക്ഷ പ്രാപിക്കുന്നു, ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രരാകുന്നു. ന്യായപ്രമാണം പാപത്തിന്റെ ശമ്പളം അർപ്പിക്കുകയല്ലായിരുന്നു, നമുക്കൊരു ടീച്ചറായിരുന്നു. അതുകൊണ്ടാണ് ദൈവവചനം ഓർപ്പിക്കുന്നത് ക്രിസ്തു ക്രൂശിൽ യാഗമായി തീർന്നതോടെ ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മളെ വിലയ്ക്ക് വാങ്ങി. ക്രിസ്തുവിന്റെ മരണമായിരുന്നു ആ വില. അങ്ങനെ ക്രിസ്തു ആ മരണത്തിൽ കൂടെ നമ്മളെ വിലയ്ക്ക് വാങ്ങിയത് കൊണ്ടാണ് നമുക്ക് സ്വാതന്ത്ര്യമുള്ളത്, അല്ലാതെ പരിച്ഛേദന ഏറ്റത് കൊണ്ടോ ന്യായപ്രമാണം ആചരിച്ചത് കൊണ്ടോ അല്ല. ഇത് വിശ്വാസികൾ ആവർത്തിച്ച് ഓർക്കുകയും പരസ്പരം ഓർപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. കാരണം മനുഷ്യന് ചില വാസനകളുണ്ട്, അല്ലെ ചില ചായ്വുകളുണ്ട്. അതിലൊന്ന് ചടങ്ങുകളിൽ കൂടെ രക്ഷ പ്രാപിക്കുക, മറ്റൊന്ന് അദൃശ്യമായ ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം കാണപ്പെട്ടതിനെ ആരാധിക്കുക. അങ്ങനെ ഈ രണ്ട് കാര്യങ്ങൾ ദൈവവചനം വ്യക്തമായിട്ട് പറയുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, മനുഷ്യന് ചടങ്ങിൽ കൂടെ രക്ഷയുടെ അനുഭവത്തിൽ വരണം, ദൈവത്തിന്റെ മുൻപിൽ നീതീകരിക്കപ്പെടണം എന്നുള്ള വലിയ ആഗ്രഹമാണ്. എല്ലാ മതങ്ങളിലും അത് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ചുറ്റിനും മനുഷ്യനിർമ്മിത മതങ്ങളുടെ ഒരു ബാഹുല്യമുള്ളത്, മൾട്ടിപ്ലിസിറ്റി ഉള്ളത്, മനുഷ്യന്റെ നാച്ചുറൽ ടെൻഡൻസി. മറ്റൊന്ന്, അദൃശ്യനായ ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം മനുഷ്യൻ രൂപാരാധന ചെയ്യുന്ന, അത് മനുഷ്യന്റെ ഒരു ടെൻഡൻസിയാണ്. ആൻഡ് ഈ രൂപാരാധനയിൽ അവന്റെ കരം കൊണ്ട് നിർമ്മിക്കുന്ന ആ വിഗ്രഹങ്ങളെ ആരാധിച്ച് സ്വന്തം ദൈവമായിട്ട് അതിനെ പറയുന്നു. ബിക്കോസ് അത് ലോജിക്കൽ അല്ല. എന്നാൽ താൻ അവിടെ ലോജിക്ക് മറന്നു പോവാണ്. കാരണം മനുഷ്യന്റെ മനസ്സിൽ
കാണപ്പെട്ടതിനെ ആരാധിക്കണം എന്നുള്ള ആഗ്രഹം വളരെ അധികമാണ്. ദൈവാത്മാവ് ഈ കാര്യങ്ങളെല്ലാം ഈ ഭാഗങ്ങളിൽ ഓർപ്പിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു പല വാക്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. 2 കൊരിന്ത്യർ 5:21 2 കൊരിന്ത്യർ 5:21 നാം വായിക്കുന്നത്, നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ പാപം അറിയാത്തവനെ നമുക്ക് വേണ്ടി പാപമാക്കി. ദൈവത്തിന്റെ നീതി ആകണമെങ്കിൽ, അല്ലെങ്കിൽ നീതീകരണം പ്രാപിച്ച് ദൈവമക്കളാകണമെങ്കിൽ ന്യായപ്രമാണമല്ല, നമ്മുടെ പാപങ്ങളുടെ വില കൊടുക്കണം. അത് നമുക്ക് കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് നമുക്ക് വേണ്ടി ക്രിസ്തു വില കൊടുത്തു. അങ്ങനെ ക്രിസ്തു വില കൊടുത്തത് കൊണ്ടാണ് ഇന്ന് നമുക്ക് രക്ഷയുള്ളത്, പരിച്ഛേദനയുടെ കാരണം കൊണ്ടല്ല എന്ന് ദൈവവചനം ഓർപ്പിക്കുന്നു. 1 പത്രോസ് 2:24 ഓർപ്പിക്കുന്നത്, 1 പത്രോസ് 2:24, നാം പാപങ്ങൾക്ക് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് മരത്തിന്മേൽ കയറി അവന്റെ പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നു. നാം പാപങ്ങൾക്ക് മരിക്കുന്നത് എങ്ങനെയാണ്? ക്രിസ്തു തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് നാം മരിക്കുന്നത് എങ്ങനെ? അത് പെട്ടെന്ന് ഞാനൊന്ന് ഓർപ്പിക്കട്ടെ. ക്രിസ്തു തന്റെ ശരീരത്തിൽ മനുഷ്യജാതിയുടെ പാപം ചുമന്ന് ക്രൂശിൽ മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. ഇന്നൊരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ആ വ്യക്തി എടുത്ത് പരിശുദ്ധാത്മ സ്നാനത്തിൽ കൂടെ ക്രിസ്തുവിന്റെ ശരീരവുമായിട്ട് ഏകീഭവിക്കുന്നു. അങ്ങനെ ക്രിസ്തുവിന്റെ ശരീരവുമായിട്ട് ഏകീഭവിക്കുമ്പോൾ ക്രിസ്തു അനുഭവിച്ച പല കാര്യങ്ങൾ പൊസിഷനലി, സ്ഥാനീയമായിട്ട് നമ്മൾ അനുഭവിച്ചതായിട്ട് ദൈവം കണക്കാക്കുന്നു. സോ ക്രിസ്തു പാപത്തിന് വേണ്ടി മരിച്ചു, നാമും പാപത്തിന് വേണ്ടി സ്ഥാനീയമായിട്ട് മരിച്ചു എന്ന് ദൈവം കണക്കാക്കുന്നു. എന്നാൽ ദൈവം കണക്കാക്കുന്ന പല കാര്യങ്ങൾ, നമ്മൾ സ്ഥാനീയമായിട്ട് മരിച്ചെന്നും അതുപോലെ നമ്മൾ നീതിമാന്മാരാണ്, പൂർണ്ണമായിട്ടും നീതിമാന്മാരാണ് എന്ന് കണക്കാക്കുന്നത് മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കണം. അതിനനുസരിച്ച് ജീവിക്കാൻ പരാജയപ്പെട്ടാൽ അത് ആത്മീക ജീവിതത്തിൽ വലിയ പരാജയമാണ്. ഇതാണ് യാക്കോബിന്റെ ലേഖനം ഓർപ്പിക്കുന്നത്. സോ ഇവിടെ ദൈവവചനം നമ്മളെ ഓർപ്പിക്കുന്നത്, ഈ നമ്മളിപ്പം വായിച്ചത്, ക്രിസ്തു മരിച്ചു, നമ്മൾ ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചപ്പോൾ ക്രിസ്തുവുമായിട്ട് ഏകീഭവിച്ചു പരിശുദ്ധാത്മ സ്നാനത്തിൽ കൂടെ. അതുകൊണ്ട് ക്രിസ്തു അനുഭവിച്ചതൊക്കെ, ഒരു മിനിറ്റ്, അതുകൊണ്ട് ക്രിസ്തു, ടെക്നിക്കൽ പ്രോബ്ലം, ശരിയായി. അപ്പം ക്രിസ്തു അനുഭവിച്ചതിനെ, അല്ലെ ക്രിസ്തു കടന്നുപോയതിൽ കൂടെ നാം സ്ഥാനീയമായിട്ട് കടന്നുപോയെന്നും, അതുപോലെ ക്രിസ്തുവിനുള്ള നീതീകരണം അത് നമുക്ക് ലഭിച്ചതായിട്ടും ദൈവം സ്ഥാനീയമായിട്ട് കണക്കാക്കുന്നു. അങ്ങനെ കണക്കാക്കുന്നതിന്റെ കാരണം കൊണ്ട് നാം ആ രീതിയിൽ ജീവിക്കണം. therefore പരിച്ഛേദനയിലോട്ട് മടങ്ങി പോകരുത് എന്ന് ഈ ഭാഗവും ഓർപ്പിക്കുന്നു. റോമാലേഖനം 8:3 നമ്മളെ ഓർപ്പിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു വാക്യമാണ്. റോമാലേഖനം 8:3, ജഡത്താൽ ബലഹീനമായിരുന്ന ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ ദൈവം തന്റെ സ്വന്തം പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ പാപത്തിനായി അയച്ചു, പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. വൺസ് അഗെയിൻ, ജഡത്താൽ ബലഹീനമായിരുന്ന ന്യായപ്രമാണത്തിന്, മനുഷ്യന് ന്യായപ്രമാണം പൂർണ്ണമായിട്ട് അനുസരിക്കാൻ സാധിക്കത്തില്ല. ബ്രദർ ജോൺസൺ ജോണ് ഈ വാക്യങ്ങൾ റെഫറൻസ് കമന്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്തു പോകുന്നുണ്ട്. ആരെങ്കിലും മിസ് ചെയ്ത കമന്റ് ബോക്സ് ഒന്ന് നോക്കിയാൽ മതി എന്ന് ഓർപ്പിക്കട്ടെ. സോ ഈ വാക്യവും ഓർപ്പിക്കുന്നത്, ജഡം
ന്യായപ്രമാണത്തെ അനുസരിക്കാൻ പോയാൽ അത് അസാധ്യമാണ്. അതുകൊണ്ട് ദൈവം സ്വന്തം പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ അയച്ച് പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. നമ്മുടെ ജഡത്തിലല്ല, ക്രിസ്തുവിന്റെ ജഡത്തിൽ. ആ ക്രിസ്തുവുമായിട്ട് നമ്മളെ പരിശുദ്ധാത്മാവെടുത്ത് ഏകീഭവിച്ചു എന്ന് ദൈവാത്മാവ് ഓർപ്പിക്കുന്നു. കൊലോസ്യർ 2:14 ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു വാക്യമാണ്. കൊലോസ്യർ 2:14 നമുക്ക് വിരോധമായി നിയമങ്ങളാൽ എഴുതിയിരുന്ന കൈയെഴുത്ത്, ന്യായപ്രമാണം, നമുക്ക് വിരോധമായി നിയമങ്ങളാൽ എഴുതിയിരുന്ന കൈയെഴുത്ത് മായിച്ച് കുരിശിൽ തറച്ച് നമ്മുടെ നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞ് അതിനെ ഇല്ലാതാക്കി. നമ്മൾ മനസ്സിലാക്കേണ്ടത് ന്യായപ്രമാണം നൽകിയിരുന്ന നീതീകരണത്തിനല്ല, അത് ആക്ച്വലി നമുക്ക് വിരോധമായി എഴുതിയിരുന്നു. നമ്മൾ പാപികളാണെന്ന് നമ്മളെ തന്നെ ആക്കി തരണം. ഓഫ് കോഴ്സ് എല്ലാവരും മനസ്സിലാക്കിയില്ല എന്ന് ദൈവവചനം വ്യക്തമാക്കുന്നു. ആ ഒരു ധനീകൻ കർത്താവിൻ്റെ അടുത്ത് വന്ന്, കർത്താവെ, ഒരു യുവാവുണ്ടല്ലോ, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ന്യായപ്രമാണം ആചരിക്കെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചൈൽഡ്ഹുഡ് തൊട്ട് ആചരിച്ചു വരുന്നെന്നാണ് അവൻ പറഞ്ഞത്. അപ്പൊ ചിലർ മനസ്സിലാക്കുന്നില്ല, എന്നാൽ മെജോറിറ്റി മനസ്സിലാക്കുന്നു ന്യായപ്രമാണം ബേസിക്കലി നമുക്ക് വിരോധമായി ഉള്ള ഒരു നിയമമാണ്. എന്നാൽ കർത്താവ് അത് കുരിശിൽ തറച്ച് മായിച്ചു കളഞ്ഞു. കുരിശിൽ തറച്ചെന്ന് ഉദ്ദേശിക്കുന്നത്, കുരിശിൽ തറയ്ക്കപ്പെട്ടത് കർത്താവാണ്. കർത്താവ് അങ്ങനെ തറയ്ക്കപ്പെട്ടതിൽ കൂടെ ആ ന്യായപ്രമാണത്തിന്റെ ഡിമാൻഡ്സിനെയും അവിടെ തറച്ചു. ഫിനിഷ്ഡ്. ആൻഡ് ഇനി ന്യായപ്രമാണത്തിന്റെ ലീഗൽ ഡിമാൻഡ്സ്, ഇത് ചടങ്ങുകളുടെ ഡിമാൻഡ്, ലീഗൽ ഡിമാൻഡ് എന്ന് ഞാൻ തെറ്റാ പറഞ്ഞത്, അത് ആക്ച്വലി റിച്വാലിസ്റ്റിക് ഡിമാൻഡ്സ്, അതിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്തു. എബ്രായ ലേഖനം 9:28 ഇത് തന്നെ നമ്മളെ ഓർപ്പിക്കുന്നു. എബ്രായർ 9:28 അങ്ങനെ ക്രിസ്തുവും അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു, രണ്ടാമത് അവൻ പാപം കൂടാതെ തന്നെ കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി പ്രത്യക്ഷനാകുന്നു. ക്രിസ്തു ക്രൂശിൽ മരിച്ചതോടെ ആ ന്യായപ്രമാണത്തിന്റെ യഹൂദന്മാരുടെ മേലിലുണ്ടായിരുന്ന ആ ഡിമാൻഡ് ഇല്ലാതായി എന്ന് ദൈവാത്മാവ് ഓർപ്പിക്കുന്നു. 3-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് 3:14 പിന്നെയും വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ നാം ഇവിടെ കാണുന്നു. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. അപ്പൊ ക്രിസ്തു ക്രൂശിൽ മരിച്ചത് ആ ന്യായപ്രമാണത്തിന്റെ ഡിമാൻഡ് മാറ്റി, വിശ്വാസത്തിൽ കൂടെ രക്ഷ പ്രാപിക്കുകയും പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ പ്രാപിക്കുകയും ചെയ്യേണ്ടതിന് വേണ്ടിയാണ്. അത് ആർക്ക് വേണ്ടിയാണ്? അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന്. യഹൂദനോ ഏതായാലും ലഭിക്കും, എന്നാൽ ജാതികൾക്കും ലഭിക്കും എന്ന് ദൈവാത്മാവ് ഇവിടെ ഓർപ്പിക്കുന്നു. ഈ ആദ്യത്തെ 13 വാക്യങ്ങളിൽ വേദപുസ്തകത്തിന്റെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ, നീതീകരണം വിശ്വാസത്താലെ മാത്രമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് ദൈവാത്മാവ് ഈ വാക്യത്തിൽ അത് ഒന്നുകൂടെ ഒരു പ്രാവശ്യം കൂടെ ആവർത്തിക്കുകയും ഡെമോൺസ്ട്രേറ്റ് ചെയ്യുകയും ചെയ്യുകയാണ്. ജാതികളായ നാം, ഇത് എഴുതിയത് യഹൂദനായിരുന്നു എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ, എന്ന് ഇതിന്റെ വായനക്കാരിൽ വിജാതീയരും പലരുണ്ടായിരുന്നു. വിജാതീയരായ നാം പോയി യഹൂദന്റെ ന്യായപ്രമാണം ആചരിച്ചല്ല നീതീകരണം പ്രാപിക്കേണ്ടത് അത് ക്രിസ്തുവിൽ കൂടെയാണ്. ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കും എന്നുള്ള ആ പ്രോമിസ്, അത് ക്രിസ്തുവിന്റെ വരവിന് മുൻപ്, അല്ലെ ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിന് മുൻപ് നാം ഇന്ന്
ജീവിക്കുന്ന ഈ കൃപായുഗത്തിന് മുൻപുള്ള യുഗത്തിലായിരുന്നു ആ പ്രോമിസ് നൽകിയതെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. മത്തായി 3:11 ഇത് കൃപായുഗം തുടങ്ങുന്നതിന് മുൻപാണ്. മത്തായി 3:13 ഓർപ്പിക്കുന്നത്, ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നതേ ഉള്ളൂ. എന്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു. അവന്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം ഏൽപ്പിക്കുന്നു. ഇവിടെ ദൈവാത്മാവ് ഈ മത്തായി 3:16 ഇത് ക്രിസ്തുവിന്റെ ക്രൂശിയാഗത്തിനും ക്രിസ്തുവിന്റെ പരസ്യ പ്രവർത്തനത്തിനൊക്കെ ഒത്തിരിയും വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യം. അന്നേ ദൈവവചനം ഓർപ്പിക്കുന്നത് ദൈവാത്മാവിന്റെ ഒരു പ്രത്യേക വാസം ഭാവിയിൽ ദൈവജനത്തിൽ ഉണ്ടാകും. അത് ന്യായപ്രമാണത്തിൽ കൂടെയല്ല, വിശ്വാസത്തിൽ കൂടെ ആണെന്ന് ഇവിടെ ദൈവവചനം പിന്നെ ഓർപ്പിക്കുന്നു. ഒരു വ്യക്തി കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുമ്പോൾ ദൈവാത്മാവ് ആ വ്യക്തിയെ എടുത്ത് ക്രിസ്തു യേശുവിന്റെ ശരീരവുമായിട്ട് ഏകീഭവിക്കുമ്പോൾ ഏകദേശം 40 കാര്യങ്ങളാണ് തൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള അവസരമല്ലിത്. എന്നാൽ ഞാൻ ഒന്ന് ചോദിച്ചു നോക്കട്ടെ, ഒന്ന് ഓർപ്പിക്കട്ടെ. പരിശുദ്ധാത്മ സ്നാനം, ക്രിസ്തുവിന്റെ ശരീരവുമായിട്ട് ഏകീഭവിക്കുക, നീതീകരണം, പുത്രത്വം, അതുപോലെ തന്നെ പൗരോഹിത്യം, ഏകദേശം 40ഓളം കാര്യങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അത് ന്യായപ്രമാണം ആചരിച്ചത് കൊണ്ടല്ല, ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിച്ചതുകൊണ്ടാണ്. അത് ഈ 14-ാം വാക്യത്തിൽ ദൈവാത്മാവ് ഓർപ്പിക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട സിമിലർ ഐഡിയാസ് ഉള്ള ധാരാളം വാക്യങ്ങൾ ദൈവവചനത്തിലുണ്ട്. റോമാലേഖനം 4:16 ഓർപ്പിക്കുന്നത്, റോമാലേഖനം 4:16, അതുകൊണ്ട് അത് കൃപയാലാകേണ്ടതിന് വിശ്വാസത്താൽ അത്രേ. അങ്ങനെ വാഗ്ദത്തം സകല സന്തതിക്കും ന്യായപ്രമാണത്തിലുള്ളവർക്ക് മാത്രമല്ല, അബ്രഹാമിനുള്ള വിശ്വാസത്തിലുള്ളവർക്കും കൂടെ ഉറപ്പാക്കുന്നു. റോമാലേഖനം പിന്നെ ഓർപ്പിക്കുന്നത് കൃപായുഗത്തിൽ അനുഗ്രഹം ന്യായപ്രമാണം ആചരിച്ചതുകൊണ്ടല്ല, വിശ്വാസത്തിൽ കൂടെയാണ്. ഇതേ കാര്യം ഗലാത്യർ 3:29 പറയുന്നുണ്ട്. ഈ അധ്യായത്തിന്റെ 29, നിങ്ങൾ ക്രിസ്തുവിനുള്ളവർ എങ്കിൽ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളും ആകുന്നു. ആക്ച്വലി യഹൂദനായിട്ട് ജനിച്ചെങ്കിൽ മാത്രമേ അബ്രഹാമിന്റെ സന്തതി ആകത്തുള്ളെന്നും, അങ്ങനെ യഹൂദനായിട്ട് ജനിച്ചാൽ പരിച്ഛേദന ഏറ്റെങ്കിൽ മാത്രമേ അബ്രഹാമിന്റെ ആത്മീക സന്തതി ആകത്തുള്ളെന്ന് യഹൂദന്മാരുടെ ഇടയ്ക്ക് ഒരു വെപ്പുണ്ടായിരുന്നു. യഹൂദന്മാരിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന ഗലാത്യ വിശ്വാസികളുടെ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. എന്നാൽ ഈ അധ്യായത്തിലുള്ള ദൈവാത്മാവ് വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ പഠിച്ചു 29-ാം വാക്യത്തിൽ എത്തുമ്പോൾ ദൈവാത്മാവ് ഓർപ്പിക്കുന്നത്, നിങ്ങൾ ക്രിസ്തുവിനുള്ളവർ എങ്കിൽ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളും ആകുന്നു. നിങ്ങൾ ന്യായപ്രമാണം ആചരിക്കുന്നുണ്ടല്ല, വാഗ്ദത്ത പ്രകാരമാണെന്ന് ഇതേ അധ്യായവും ഓർപ്പിക്കുന്നു. എഫെസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 6 ഇതേ കാര്യം. ഇതിന്റെ ഓരോ വശങ്ങളാണ് ഞാൻ ഈ അന്യവാക്യങ്ങളിൽ കൂടെ ഓർപ്പിക്കുന്നത്. എഫെസ്യർ 3:6 ഓർപ്പിക്കുന്നത്, എന്ന് വെച്ചാൽ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളും ആകണേ എന്നുള്ളത് തന്നെ. സോ ജാതികൾ പരിച്ഛേദന ഏൽക്കേണ്ട ആവശ്യമില്ല, ന്യായപ്രമാണം ആചരിക്കേണ്ട ആവശ്യമില്ല. അപ്പോസ്തല പ്രവൃത്തി 3:25 ഇതേ കാര്യം ഓർപ്പിക്കുന്ന. ഒന്ന് നോട്ട് ചെയ്താൽ മതി, അത് ഞാൻ വായിക്കുന്നില്ല. അപ്പോസ്തല പ്രവൃത്തി 3:25. എബ്രായർ 6:15. എബ്രായർ 6:15 പിന്നെയും അബ്രഹാമിനെ കുറിച്ച്, ആക്ച്വലി വേദപുസ്തകം വായിക്കുമ്പോൾ അബ്രഹാമിനെ കുറിച്ച് എടുത്തു പറയുന്ന വാക്യങ്ങൾ, ഞാൻ എല്ലാ വാക്യങ്ങളൊന്നും ഇവിടെ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്തില്ല, എന്നിട്ട് പോലും എന്ത് വാക്യങ്ങളാണ്.
രക്ഷയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട്, നീതീകരണത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നത് അബ്രഹാമുമായിട്ടുള്ള ബന്ധത്തിലാണ്. ആക്ച്വലി രക്ഷയുടെ സന്ദേശം അതിന് വളരെയധികം മുൻപുണ്ടായിരുന്നു. പെട്ടെന്നൊന്ന് പറഞ്ഞു പോകട്ടെ നിങ്ങളുടെ അറിവിന് വേണ്ടി. വേദപുസ്തകത്തിലെ ആദ്യത്തെ 6 ബുക്സ് എഴുതിയത് മോശയാണ്. മോശയിൽ കൂടെയാണ് ദൈവാത്മാവ് നൽകിയത്. എന്നാൽ ദൈവാത്മാവിന്റെ വെളിച്ചം, ദൈവശ്വാസീയ വെളിപ്പാടല്ല, ദൈവാത്മാവിന്റെ വെളിച്ചം അതിനു മുൻപ് തന്നെ ദൈവം നൽകിയിരുന്നു. അത് യഹൂദന്മാരുടെ ഇടയ്ക്ക് വാമൊഴിയായി തലമുറയായിട്ട് പാസ് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഹാനോക്കിന്റെ ഒരു പ്രസംഗത്തെക്കുറിച്ച് യൂദായുടെ ലേഖനത്തിൽ ദൈവാത്മാവ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഹാനോക്കിന്റെ ലഭ്യമായ ഹിസ്റ്ററി എടുത്തപ്പോഴാണ് മനസ്സിലായത്, ഹാനോക്കിന് ദൈവം കൊടുത്ത വെളിച്ചം, ഹാനോക്ക് പോയിടത്ത് എല്ലായിടത്തും പ്രസംഗിച്ച് വാമൊഴിയായി യഹൂദന്മാർ തലമുറയായിട്ട് പാസ് ഓൺ ചെയ്തു കഴിഞ്ഞ് യഹൂദന്മാർ അടിമത്വത്തിൽ പോയി തുടങ്ങിയപ്പോൾ ഇത് മറന്നുപോകും എന്നോർത്ത് യഹൂദന്മാരുടെ ഇടയ്ക്കുള്ള പണ്ഡിതന്മാർ 3 വോള്യൂമായിട്ട് ഹാനോക്കിൽ നിന്ന് ലഭിച്ചിരുന്ന സന്ദേശങ്ങളെല്ലാം എഴുതിയെടുത്തു. ഞാനത് എടുത്തു വെക്കാൻ മറന്നുപോയി, ആ പുസ്തകം ഒന്ന് കാണിക്കാൻ വേണ്ടി. അത് ലിഖിത രൂപത്തിൽ ഇന്നും നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ട്. അതിൽ നിന്നാണ് യൂദായുടെ ലേഖനത്തിൽ ഉദ്ധരണി തന്നിരിക്കുന്നത്. സോ രക്ഷയെക്കുറിച്ച് ഏറ്റവും വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന അബ്രഹാമിന്റെ സമയത്താണെങ്കിലും രക്ഷയുടെ ഈ സന്ദേശം ആദ്യ തലമുറ തൊട്ട് ഉണ്ടായിരുന്നു. എന്നാൽ അതൊന്നും ദൈവശ്വാസ്യമായ ലിഖിതങ്ങളായിട്ട് നമുക്ക് ലഭിച്ചിട്ടില്ല. ദൈവശ്വാസ്യമായ ലിഖിതം ആദ്യമായിട്ട് നമുക്ക് ലഭിച്ചത് ഇയ്യോബ്, ഉത്പത്തി, ഇത് രണ്ടുമാണ്. അത് കഴിഞ്ഞ പുറപ്പാട്, ലേവ്യ ഒക്കെ. അങ്ങനെ ലഭിച്ചതില് അബ്രഹാം എങ്ങനെ രക്ഷിക്കപ്പെട്ടു എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ടാണ് അത് പുതിയ നിയമത്തിൽ ലേഖനം തൊട്ട് മുൻപോട്ടുള്ള എല്ലാ ലേഖനങ്ങളിലും കോട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെയും ദൈവവചനം ഓർപ്പിക്കുന്നത് എബ്രായർ 6:15, അങ്ങനെ അവൻ, മലയാളത്തിൽ അബ്രഹാമിന്റെ പേരില്ല, ഇത് അബ്രഹാമിനെ കുറിച്ച്, അങ്ങനെ അവൻ ദീർഘക്ഷമയോടെ കാത്തിരുന്ന് വാഗ്ദത്ത വിഷയം പ്രാപിച്ചു. ന്യായപ്രമാണം വരുന്നതിന് മുൻപാണ് വാഗ്ദത്ത വിഷയം അബ്രഹാം പ്രാപിച്ചത്. ഇംഗ്ലീഷില് ആഫ്റ്റർ വെയിറ്റിംഗ് പേഷ്യന്റ്ലി ഏബ്രഹാം റിസീവ്ഡ് വാട്ട് വാസ് പ്രോമിസ്ഡ് എന്നുള്ളതാണ്. ഇത് വിജാതിയർക്കുള്ള അനുഗ്രഹത്തെക്കുറിച്ചല്ല ഈ വാക്യം. എന്നാൽ ഈ വാക്യം പിന്നെ ഓർപ്പിക്കുന്നത് അബ്രഹാമിന് ലഭിച്ചതൊക്കെ വാഗ്ദത്തത്തിൽ കൂടെയാണ്, ന്യായപ്രമാണത്തിൽ കൂടെയല്ല. ന്യായപ്രമാണത്തിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിരുന്നു പരിച്ഛേദന. അത് അബ്രഹാം ഏറ്റെങ്കിലും അതിൽ കൂടെയല്ല, വിശ്വാസത്തിൽ കൂടെയാണെന്ന് ഈ വാക്യം ഓർപ്പിക്കുന്നു. ഇതോടെ 3ാമത്തെ സെക്ഷൻ തീരുവാണ്. 3ാമത്തെ സെക്ഷൻ നമ്മളെ ഓർപ്പിക്കുന്നത് ന്യായപ്രമാണം നമ്മളത് ആചരിക്കാൻ നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ ശാപം വരുത്തുന്നു. അതിൽ കൂടെ ഞാൻ ശപിക്കപ്പെട്ടവനാണ്, എനിക്ക് എൻ്റെ കർമ്മത്തിൽ കൂടെ രക്ഷ പ്രാപിക്കാൻ സാധിക്കത്തില്ലെന്ന് വ്യക്തമാകുന്നു. അതിനാണ് ദൈവം ന്യായപ്രമാണം തന്നത്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിൽ കൂടെ നമുക്ക് രക്ഷ പ്രാപിക്കുന്നു. ഗലാത്യ വിശ്വാസികൾ അത് വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് പല അടയാളങ്ങൾ കാണിച്ച് അവർക്കത് വ്യക്തമാക്കിയിരുന്നു എന്നുള്ള കാര്യം ദൈവാത്മാവിവിടെ ഓർപ്പിക്കുന്നു. ഇതേ അധ്യായത്തിന്റെ 4ാമത്തെ സെക്ഷനിൽ ചിലർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. 15 തൊട്ട് 18 വാക്യങ്ങൾ. ഗലാത്യ ലേഖനം 3ാം അധ്യായം 15 തൊട്ട് 18 വാക്യങ്ങൾ. അവർ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: ഓക്കെ, അബ്രഹാമിനോട് ദൈവം ചില പ്രോമിസസ് ചെയ്തു. അന്ന് ന്യായപ്രമാണം ലിഖിത രൂപത്തിൽ ഇല്ലായിരുന്നു. ഈ പ്രോമിസസ് എല്ലാം ചെയ്ത്
സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞ് ന്യായപ്രമാണം വന്നപ്പോൾ ആ ന്യായപ്രമാണം ദൈവം അബ്രഹാമിനോട് പറഞ്ഞതിനെയെല്ലാം അസാധുവാക്കിയില്ലേ? നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കർമ്മങ്ങളോട് മനുഷ്യന് വളരെയധികം അറ്റാച്ച്മെന്റ് ഉള്ളതുകൊണ്ട് കർമ്മങ്ങളിൽ കൂടുള്ള രക്ഷയെ നീതീകരിക്കുവാൻ വേണ്ടി മനുഷ്യൻ പല രീതിയിലുള്ള വാദങ്ങൾ കൊണ്ടുവരും. അങ്ങനെയുള്ള ഒരു വാദമാണ്, വാദം ഇങ്ങനെയാണ്, അബ്രഹാം വിശ്വസിച്ചു, അത് തനിക്ക് നീതിക്കായി കണക്കാക്കപ്പെട്ടു. എന്നാൽ അബ്രഹാം വിശ്വസിച്ച് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ന്യായപ്രമാണം വന്നതോടെ ദൈവം അബ്രഹാമിനോട് പറഞ്ഞതും അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞത്, വിശ്വാസ നീതീകരണത്തിന് കാരണമായി തീർന്നത് പറഞ്ഞത്, അത് അസാധുവായില്ലേ? ഇനി അത് ന്യായപ്രമാണത്തിനനുസരിച്ചല്ലേ എല്ലാം വേണ്ടത് എന്ന് ഗലാത്യയിലെ വിശ്വാസികൾ ചോദിച്ചു കാണും. കാരണം അവരുടെ മധ്യേ ചോദിക്കാൻ സാധ്യതയുള്ളതും ചോദിച്ചു കാണാൻ സാധ്യതയുള്ളതുമായ ചോദ്യങ്ങളുടെ മറുപടി ദൈവാത്മാവ് 15 തൊട്ട് 18 വാക്യങ്ങളിൽ മറുപടി നൽകുകയാണ്. ഈ വാക്യങ്ങളിൽ ദൈവാത്മാവ് ഓർപ്പിക്കുന്നത് ശരിയാണ്. അബ്രഹാം വിശ്വസിച്ചു, അവന്റെ വിശ്വാസം അവന് നീതിക്കായി കണക്കാക്കപ്പെട്ടു. അത് കഴിഞ്ഞ് നൂറ്റാണ്ടുകൾ കഴിഞ്ഞാണ് ന്യായപ്രമാണം വന്നത്. എന്നാൽ ദൈവമക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അബ്രഹാം വിശ്വസിച്ച് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് വന്ന ന്യായപ്രമാണം അബ്രഹാമിനോട് ദൈവം ചെയ്ത ആ പ്രോമിസ് അല്ലെ വാഗ്ദത്തത്തെ അസാധു ആക്കുന്നില്ല. അതാണ് ഈ 15 തൊട്ട് 18 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത്. മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. ഗലാത്യ ലേഖനം ബൈബിൾ അല്ലെ ഉപദേശം പഠിപ്പിക്കുന്നതിന്റെ വലിയൊരു മാതൃകയാണ്. ഇവിടെ പ്രബോധനമുണ്ട്, അതല്ലാതെ ഗുണീകരണമുണ്ട്, ശാസനമുണ്ട്, എല്ലാം ഉണ്ട്. പ്ലസ് വളരെ ലോജിക്കലായിട്ട് ഓരോ കാര്യങ്ങൾ ദൈവാത്മാവ് പ്രസന്റ് ചെയ്യുന്നു. സോ ന്യായപ്രമാണത്തിൽ കൂടെ രക്ഷയല്ല, ശാപമാണ് വരുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്, ന്യായപ്രമാണ എന്നാലും നിങ്ങൾ അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞല്ലോ, എന്നാൽ അബ്രഹാമിന്റെ കാലം കഴിഞ്ഞാന്നല്ലോ ന്യായപ്രമാണം വന്നത്. അതുകൊണ്ട് ന്യായപ്രമാണം അതിന് മുൻപുള്ള കാര്യങ്ങളെ അസാധുവാക്കിയില്ലേ എന്ന് ചോദിക്കുന്നതിന്റെ മറുപടി 15-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, സഹോദരന്മാരെ, ഞാൻ മനുഷ്യരുടെ ഇടയിൽ നടപ്പുള്ള ഒരു ദൃഷ്ടാന്തം പറയാം. ഒരു മനുഷ്യന്റെ നിയമമായാലും അതിന് ഉറപ്പ് വന്ന ശേഷം അത് ദുർബലമാക്കുകയോ അതിനോട് വല്ലതും കൂട്ടിക്കൽപ്പിക്കുകയോ ചെയ്യുന്നില്ല. ഒരു മിനിറ്റ്. ഈ ഇന്നത്തെ ലോകത്തിൽ എനിക്ക് പെട്ടെന്ന് കിട്ടാതെ പോയൊരു വാക്യാണെന്ന് ചെക്ക് ചെയ്യുമായിരുന്നു. ഇത് ആക്ച്വലി ഉടമ്പടിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇന്ന് അങ്ങനെ അധികം ഉടമ്പടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് പഴയ നിയമം, ഗലാത്യ ലേഖനം മനുഷ്യരുടെ ഉടമ്പടികളെ കുറിച്ച് പറയുന്നത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വിഷമമാണ്. ദൈവാത്മ ഇവിടെ ഓർപ്പിക്കുന്നത്, ഞാൻ മനുഷ്യരുടെ ഇടയിൽ നടപ്പാക്കുന്ന ഒരു ദൃഷ്ടാന്തം പറയാം. ഒരു മനുഷ്യന്റെ നിയമമായാലും ഉറപ്പ് വന്ന ശേഷം ആരും ദുർബലമാക്കുകയോ അതിനോട് വല്ലതും കൂട്ടിക്കൽപ്പിക്കുകയോ ചെയ്യാറില്ല. വിജാതിയരുടെ ഇടയ്ക്ക് ഇത് പ്രത്യേകം ചില സ്റ്റോറീസിൽ നാം കാണുന്നുണ്ട്. എസ്തേറിന്റെ പുസ്തകത്തിലും അതുപോലെ ദാനിയലിന്റെ പുസ്തകത്തിലൊക്കെ വിജാതീയ രാജാക്കന്മാർ പുറപ്പെടുവിച്ച കൽപ്പന പിന്നെ അത് ക്യാൻസൽ ചെയ്യാൻ ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ പിന്നെ അത് ക്യാൻസൽ ചെയ്യാൻ സാധിക്കത്തില്ല
എന്നുള്ള പ്രസ്താവനകൾ നമ്മൾ കാണുന്നുണ്ട്. പഴയ നിയമത്തിലും യഹൂദന്മാരുടെ മധ്യ അതുപോലെ തന്നെയായിരുന്നു. ദൈവം യഹൂദന്മാരുടെ ഇടയ്ക്ക് വെച്ചിരുന്ന പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ, ഒരു പ്രാവശ്യം ഒരു ഉടമ്പടി ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കരാർ ചെയ്തു കഴിഞ്ഞാൽ, പിന്നെ അതിനെ ബ്രേക്ക് ചെയ്യാൻ പാടില്ല, അതിനെ മാറ്റാൻ പാടില്ല, അതിനെ ദുർബലമാക്കാൻ പാടില്ല. അതെടുത്തിട്ട് ദൈവാത്മാവ് ഇവിടെ ഓർപ്പിക്കുന്നത്, ശരിയാണ്, അബ്രഹാമിന്റെ കാലം കഴിഞ്ഞ് നൂറ്റാണ്ടുകൾ കഴിഞ്ഞാണ് ന്യായപ്രമാണം വന്നത്. എന്നാൽ ന്യായപ്രമാണം വന്നതോടെ ദൈവം അബ്രഹാമിനോട് ചെയ്ത ആ ഉടമ്പടിയെ, അല്ലെ ആ ഉടമ്പടി അസാധുവാകുന്നില്ല, ദുർബലവുമാകുന്നില്ല. നേരെ മറിച്ച് ന്യായപ്രമാണം ദൈവജനത്തിന്റെ മധ്യേ ന്യായപ്രമാണത്തിന്റെ വഹിക്കുന്ന പങ്കും വിശ്വാസം വഹിക്കുന്ന പങ്കും അത് ഉടമ്പടിയെ ദുർബലമാക്കാൻ പാടില്ല എന്നുള്ള ആ പ്രിൻസിപ്പിളിന്റെ വെളിച്ചത്തിൽ വേണം മനസ്സിലാക്കേണ്ടത്. ഞാനൊരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കട്ടെ. ചിലപ്പോൾ ഒരു വാദം കൊണ്ടുവന്നിരിക്കും, അബ്രഹാമിനോട് ദൈവം ഉടമ്പടി ചെയ്ത് കഴിഞ്ഞല്ലേ ന്യായപ്രമാണം വന്നു, അതോടെ ആ ഉടമ്പടി ക്യാൻസൽ ആയിപ്പോയി. ദൈവാത്മാവ് ഇവിടെ ഓർപ്പിക്കുന്ന അങ്ങനെയല്ല. ഒരു ഉടമ്പടി ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ക്യാൻസൽ ആകത്തില്ല. അത് കഴിഞ്ഞ് മറ്റെന്ത് വന്നു കഴിഞ്ഞാലും അത് ആ ഉടമ്പടിയെ ക്യാൻസൽ ആക്കുന്നില്ല. Therefore, ന്യായപ്രമാണം വിശ്വാസത്താലുള്ള നീതീകരണത്തെ അസാധുവാക്കുന്നില്ല. നീതീകരണം ന്യായപ്രമാണത്തിന് മുൻപ് വിശ്വാസത്തിൽ കൂടെയായിരുന്നു. ന്യായപ്രമാണം വന്നു കഴിഞ്ഞും നീതീകരണം വിശ്വാസത്താൽ മാത്രമാണ്. ന്യായപ്രമാണം ഒരു വ്യക്തിക്ക് നീതീകരണം നൽകുവാൻ വേണ്ടി അല്ല ദൈവം നൽകിയത്. അതാണ് ഈ വാക്യം നമ്മളെ ഓർപ്പിക്കുന്നത്. പഴയ നിയമത്തിലെ ഉള്ള കൾച്ചറിന്റെ വെളിച്ചത്തിൽ ദൈവവചനം തരുന്ന ചില ആർഗ്യുമെന്റ്സ് പെട്ടെന്ന് ഈ 21-ാം നൂറ്റാണ്ടിൽ മനസ്സിലാക്കാൻ വിഷമമാണ്. എന്നാൽ ഞാൻ വിഷയം വ്യക്തമാക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു അഗ്രിമെന്റ് എഴുതി കഴിഞ്ഞാൽ പിന്നെ ആ അഗ്രിമെന്റ് ബ്രേക്ക് ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് ഒരു ലീഗൽ അഗ്രിമെന്റ് ആണെങ്കിൽ, രണ്ട് വ്യക്തികൾ തമ്മിൽ അഗ്രിമെന്റ് എഴുതിയാൽ അതിന് നിയമസാധുതയൊന്നും ഇല്ലെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അതേസമയത്ത് ഒരു അഗ്രിമെന്റ് എഴുതി രജിസ്ട്രാർ ഓഫീസിൽ കൊണ്ടുപോയി അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് നിയമസാധുതയുണ്ട്. അതുപോലെ തന്നെയാണ് ദൈവം മനുഷ്യനോട് ചെയ്ത അഗ്രിമെന്റ്. ഇത് മനുഷ്യനല്ല ചെയ്തത്, ദൈവമാണ് ഈ ഉടമ്പടി ചെയ്തത്. അതിന്റെ കാരണം കൊണ്ട് അത് ദൈവം ചെയ്ത ഉടമ്പടി എന്നേക്കും സ്ഥിരമായിട്ട് നിൽക്കുന്നു. അബ്രഹാമിനോട് വിശ്വാസത്താലെ നീതീകരണം എന്നുള്ള ഉടമ്പടി ചെയ്തത് ന്യായപ്രമാണം വന്നു കഴിഞ്ഞിട്ടും അത് മാറ്റപ്പെട്ടിട്ടില്ല. കാരണം മനുഷ്യൻ നീതിന്യായ പീഠങ്ങൾക്ക് മുൻപിൽ ചെന്ന് ഒരു അഗ്രിമെന്റ് എഴുതിയ അത് പിന്നെ ചേഞ്ച് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പം സർവേശ്വരനായ ദൈവം ഡയറക്ട്ലി മനുഷ്യനോട് ചെയ്ത ഒരു ഉടമ്പടി അതൊരു കണ്ടീഷനിലും മാറ്റാൻ സാധിക്കത്തില്ലെന്ന് ഇവിടെ ദൈവാത്മാവ് ഓർപ്പിക്കുന്നു. ഇതേ കാര്യങ്ങൾ വേദപുസ്തകത്തിൽ പലയിടത്ത് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഉദാഹരണം, എബ്രായർ 9:17 നിയമം മരിച്ചവന്റെ മേൽ മാത്രമേ സ്ഥിരമാകുന്നുള്ളൂ, നിയമകർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അതിന് ഉറപ്പില്ല. ഇത് ഏത് രീതിയിലുള്ള നിയമങ്ങളാണെന്ന് പറഞ്ഞാൽ, ഈ സാധാരണ വിൽപത്രം എഴുതുമല്ലോ, വിൽപത്രം എഴുതുമ്പോൾ എഴുതിയ ആള് ജീവനോടെ ഇരിക്കുമ്പോൾ അത് വേണമെങ്കിൽ തിരുത്താം. എന്നാൽ എഴുതിയ ആള് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ ഒരു രീതിയിലും ചേഞ്ച് ചെയ്യാൻ സാധിക്കത്തില്ല. ഗലാത്യലേഖനം 3:15 ദൈവം മനുഷ്യനോട് ചെയ്ത
ആ നിയമത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് ഉറപ്പ് വന്നു കഴിഞ്ഞു, അത് ഇനിയും മാറ്റാൻ സാധിക്കത്തില്ല. സങ്കീർത്തനം 89:34, സങ്കീർത്തനം 89:34, ഞാൻ എൻ്റെ നിയമത്തെ ലംഘിക്കുകയില്ല, എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടതിനെ മാറ്റുകയുമില്ല. ദൈവത്തിന്റെ വചനമാണ്. അതുകൊണ്ട് ദൈവം അബ്രഹാമിനോട് വിശ്വാസത്താലെ ആ നീതീകരണം എന്ന് പറഞ്ഞത് ന്യായപ്രമാണം വന്നതോടെ മാറിപ്പോകുന്നില്ലെന്ന് ദൈവവചനം ഓർപ്പിക്കുന്നു. യെഹെസ്കേൽ 17:19 ഈ ഉടമ്പടികളെ കുറിച്ച് യഹൂദന്മാർ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരുന്നതും ദൈവം പറഞ്ഞിരുന്ന ഒരു കാര്യം നാം വായിക്കുന്നു. ഈ പശ്ചാത്തലങ്ങളിൽ വേണം ഈ ഗലാത്യയിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യെഹെസ്കേൽ 17:19 പറയുന്ന, അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്നാണ് അവൻ എൻ്റെ നിയമം ലംഘിച്ച് എൻ്റെ ഉടമ്പടി മീറിയതിനാൽ ഞാൻ അവന്റെ തലമേൽ വരുത്തും. ദൈവം ഒരു ഉടമ്പടി ചെയ്താൽ അത് ഒരു രീതിയിലും ചേഞ്ച് ചെയ്യത്തില്ല എന്നുള്ളതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് ഇവിടെ നാം കാണുന്നത്. ഇതിൻ്റെ കൂടെ നിങ്ങളുടെ പേഴ്സണൽ സ്റ്റഡിക്ക് വേണ്ടി യെരമ്യാവ് 33:20-21, യെരമ്യാവ് 33:20-21. നമുക്കെല്ലാവർക്കും അറിയാവുന്നതും ഈ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഒന്നുകൂടി വായിക്കേണ്ട ഒരു വാക്യമാണ് ലൂക്കോസ് 16:17. ലൂക്കോസ് 16:17. ന്യായപ്രമാണത്തിൽ ഒരു പുള്ളി വീഴുന്നതിനേക്കാൾ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുന്നത് എളുപ്പം. ന്യായപ്രമാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉത്പത്തി തൊട്ട് ഉള്ള ഗ്രന്ഥങ്ങളെ കുറിച്ചാണ്. അതിൽ നിന്നൊരു കാര്യവും മാറിപ്പോകത്തില്ല എന്ന് ദൈവവചനം ഓർപ്പിക്കുന്നു. ന്യായപ്രമാണം അല്ലെ ഉത്പത്തി തൊട്ട് ആവർത്തനം വരെയുള്ള 5 ബുക്സിൽ ഏറ്റവും ആദ്യമേ നീതീകരണം വിശ്വാസത്തിൽ കൂടെയാണെന്ന് പറയുന്നു. അത് ഒരു നാളും മാറിപ്പോകത്തില്ല എന്ന് ദൈവാത്മാവ് ഇവിടെ നമ്മളെ ഓർപ്പിക്കുന്നു. സോ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, നീതീകരണം വിശ്വാസത്താൽ മാത്രമാണ്, ന്യായപ്രമാണത്തിൽ കൂടെയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ് ദൈവാത്മാവ് ഇവിടെ അവരുടെ മനസ്സിൽ വരാൻ സാധ്യതയുള്ള ഒത്തിരി ചോദ്യങ്ങളുടെ മറുപടി പറഞ്ഞു പോവുകയാണ്. ദൈവവചനം പഠിപ്പിക്കുമ്പം നാം എല്ലാവരും, പഠിപ്പിക്കുന്ന എല്ലാവരും, സഭയിൽ മാത്രമല്ല നമ്മുടെ കുട്ടികളെ ദൈവവചനം പഠിപ്പിക്കുമ്പോഴും നാം ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, ഈ പ്രാക്ടീസസ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ വേണ്ടി ദൈവം സഹായിക്കട്ടെ.